അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇന്ന് നമുക്ക് തജ്വീദ് നിയമങ്ങളുടെ കൂട്ടത്തിൽ ഹുറൂഫുൽ ഇസ്തിഅല അഥവാ ഹുറൂഫ് തഫ്ഖീം എന്നും അറിയപ്പെടുന്ന ഇസ്തിഅലാന്റെ അക്ഷരങ്ങൾ, നല്ല കട്ടിയിൽ ഉച്ചരിക്കേണ്ട, ഘനത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളെ കുറിച്ച് മനസ്സിലാക്കാം. മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ ഏറെ പ്രാധാന്യമുള്ള വിഷയമാണ് അറബി അക്ഷരങ്ങൾ അതിൻ്റെതായ വിശേഷണത്തോടു കൂടി, അതിൻ്റെതായ സിഫത്തോടു കൂടി മഖ്റജുകളിൽ നിന്ന് തന്നെ ഉച്ചരിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മൾ അറബി അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ വിവിധ ഭാഷക്കാർക്ക് അവരുടെ ഭാഷയുടെ ഒരു സ്വാധീനം അതിൽ കടന്നു വരുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഖുർആൻ പാരായണത്തിന്റെ അറബിയുടേതായ ഒരു ശൈലി പലപ്പോഴും കിട്ടാറില്ല. കൂടുതലായിട്ട് ഖുർആൻ പാരായണം കേൾക്കുക, നല്ല കാര്യങ്ങളുടെ, അതോടൊപ്പം അക്ഷരങ്ങളുടെ സിഫത്ത് മനസ്സിലാക്കുക എന്നുള്ളതും തജ്വീദ് പഠനത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. ഇന്ന് ഇസ്തിഅലാന്റെ അക്ഷരങ്ങൾ അഥവാ കട്ടിയിൽ ഉച്ചരിക്കേണ്ട, നാവിനെ മേലെണ്ണാക്കിലേക്ക് ഉയർത്തി നല്ല കട്ടിയിൽ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ, ഘനിപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ഖ, സ്വ, ള, ഗ, ത്വ, ഖ, വ. ഈ 7 അക്ഷരങ്ങൾ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. അങ്ങനെ ഒരു വാചകം വേണമെങ്കിൽ നമുക്ക് ഓർത്ത് വെക്കാം. അപ്പോൾ ഈ 7 അക്ഷരങ്ങൾ എപ്പോഴും നല്ല ഘനിപ്പിച്ച് ഉച്ചരിക്കേണ്ട, കട്ടിയിൽ ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ് അറബി ഭാഷയിൽ. ഖുർആൻ പാരായണത്തിൽ പ്രത്യേകിച്ചും അത് ശ്രദ്ധിക്കണം. ഇതിലെ അക്ഷരങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഓർത്ത് വെക്കണം. ഖ, സ്വ, ള, ഗ, ത്വ, ഖ, വ അങ്ങനെ തന്നെ ഉച്ചരിക്കണം. ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും അലിഫ്, ലാം, റ ഈ 3 അക്ഷരങ്ങൾ ഒഴിച്ച് അവയ്ക്ക് പ്രത്യേകമായ നിയമങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പഠിക്കാം. മറ്റെല്ലാ അക്ഷരങ്ങളും എപ്പോഴും ലോലമായി ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ്. ഓരോന്നിനും ഓരോ ഉദാഹരണങ്ങൾ എടുക്കാം. ഖ, ഖലഖൽ ഇൻസാന മിൻ അലഖ്. സ്വ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ള, ولا تحاضون على طعام المسكين. غ, هل أتاك حديث الغاشية. ط, ليس لهم طعام إلا من ضريع. ق, ومن شر النفاثات في العقد. ض, فأنذرتكم نارا تلظى. ഇവിടെ ഒരായത്തിൽ തന്നെ വിവിധ ഇസ്തിഅലാന്റെ അക്ഷരങ്ങൾ, തഫ്ഖീമിന്റെ അക്ഷരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഓരോന്നിനും ഉദാഹരണം സ്ക്രീനിൽ ചുവന്ന നിറത്തിൽ കാണിക്കുന്നുണ്ട്, അത് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഇസ്തിഅലാന്റെ അക്ഷരങ്ങളിൽ തന്നെ വിവിധ മർത്തബകൾ, അതായത് കട്ടി ഏറ്റവും കൂടിയത്, ഏറ്റവും കുറഞ്ഞെന്നുള്ള രീതിയിലൊക്കെ വിശദീകരണങ്ങൾ കാണാം, പിന്നീട് പഠിക്കാം ഇൻഷാ അല്ലാഹ്. അതായത് ഫത്തഹും ശേഷാലിഫും എന്നാൽ നല്ല കട്ടിയിൽ ഉച്ചരിക്കണം. ഫത്തഹും ശേഷാലിഫല്ല എങ്കിൽ അതിനേക്കാൾ കുറച്ച് കുറവ്, ലമ്മാണെങ്കിൽ അതിനേക്കാൾ കുറച്ച് കുറവ്, സുക്കൂനാണെങ്കിൽ കുറച്ച് കുറവ്, കസ്റാണെങ്കിൽ അതിനേക്കാൾ കുറച്ച് കുറവ്. അപ്പോൾ മൊത്തത്തിലെല്ലാം കട്ടിയിൽ ഉച്ചരിക്കേണ്ടതിനാണെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ബാക്കിയുള്ള എല്ലാ അക്ഷരങ്ങളും ലോലമായി ഉച്ചരിക്കേണ്ടതാണ്. ചിലരെല്ലാം കട്ടിയിൽ ഉച്ചരിക്കും, ചിലരെല്ലാം കട്ടി കുറച്ച് ഉച്ചരിക്കും. അങ്ങനെയല്ല, ഈ 7 അക്ഷരങ്ങളാണ് എപ്പോഴും കട്ടിയിൽ ഉച്ചരിക്കേണ്ടത്. പിന്നെ അലിഫ്, ലാം, റ ഈ 3 അക്ഷരങ്ങൾക്ക് പ്രത്യേകമായ ചില നിയമങ്ങൾ ഇൻഷാ അല്ലാഹ് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. നല്ല രീതിയിൽ പഠിക്കാനും ഖുർആൻ പാരായണം ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.